Hi everyone, welcome back to ഹായ്. another episode of വെള്ളം ചേർക്കാതെ. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോ ഒരേ പാത്രത്തിലുണ്ട്, ശാസ്ത്രജ്ഞനാവാനുള്ള ഒരേ പാത്രത്തിൽ ഇറങ്ങി. യാത്രയിലാണ്. ഓൾറെഡി ആ, ശാസ്ത്രജ്ഞനായി. ആയി. മുക്കാലായി. പക്ഷെ ഇനി സയൻസിന്റെ അങ്ങ് റൂഫിലേക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗ്രൂപ്പിലെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരാരും ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇവൻ. അതെ 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 ഋഷിയാണ്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ ഋഷി CTK. എന്ത് ഋഷി എന്താണ്? വെൽക്കം ഋഷി. വെൽക്കം ഋഷി. താങ്ക് യു. ഞങ്ങളുടെ എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? കുറച്ചെല്ലാം കാണുന്നുണ്ട്. അവനെ കാണാറുള്ളൂ. അവനാണ് നമ്മുടെ 3 വ്യൂവിൽ വരില്ലയോ. സാന്നിധ്യമായിരിക്കും. ഋഷിനെ കുറിച്ച് ഒരു ബ്രീഫ് തരാം. ഋഷി ആസ്ട്രോഫിസിക്സിൽ PhD ആണ്. ക്യാമ്പസ് എവിടെയാടാ? ഉത്തരാഖണ്ഡില്. നൈനിതാൽ ഉത്തരാഖണ്ഡ്. അപ്പൊ അവിടെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് ഏരീസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അത് ഡെഡിക്കേറ്റഡ് ടു ആസ്ട്രോഫിസിക്സ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസ്. അപ്പൊ അതിൽ ആസ്ട്രോഫിസിക്സ് ഡിവിഷനിലാണ് ഇപ്പൊ ഞാൻ PhD ചെയ്യുന്നത്. ഇപ്പൊ 4th ഇയർ 2 കൊല്ലം കൂടി ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി റോഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നിട്ടുണ്ടായി. നല്ല ടെലിസ്കോപ്പ് ഏരിയയും എല്ലാം നല്ല ഏറ്റവും നിങ്ങള് മറ്റേ ഏതോ ഏഷ്യാസ് ലാർജസ്റ്റ് ഒബ്സർവേറ്റർ ഏഷ്യയിലെ ലാർജസ്റ്റോ ഏഷ്യയിലെ ലാർജസ്റ്റ് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ്. എന്തായാലും നമുക്കൊന്ന് പോകണ്ടേ ചിച്ചോ? അടുത്ത ലീവിനുള്ളിൽ അത് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അത് നടന്നില്ല. എല്ലാരും നമ്മള് പോകുന്നതിന് മുമ്പ് അവിടെ കൂടെ പോകുന്നു. പിന്നെ അവിടെ ഹിമാലയത്തിന്റെ ഒരു വ്യൂവും കിട്ടും. നല്ല ദൂരത്തിൽ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി കിടന്ന് നല്ല അടിപൊളി ഒരു ഋഷിയുള്ളപ്പോ അവിടെ പോയില്ലെങ്കിൽ വൻ നഷ്ടമാണ്. അതെ, ഋഷി ഇനി എത്ര 4 വർഷം എത്ര 2 കൊല്ലം 2 കൊല്ലം കൂടി ബുദ്ധി കൂടിയോണ്ട് ചിലപ്പോ ഒരു പ്ലാനും ഇല്ല. നമ്മളിന്നാ ഡിസ്കസ് ചെയ്തില്ലേ? ചോദിച്ചാ അവൻ കേട്ടില്ല. അതാ ആണോ? കേൾക്കുന്നില്ലേ? കേട്ടു നീ പറയുന്നത് കേട്ടു. അത് ഇത് കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞിട്ട് എന്താണ് പോസ്റ്റ് ഡോഗ് ചെയ്യണം. ഇതിലെന്നെ ജീവിതം മുഴുവൻ ആസ്ട്രോഫിസിക്സ്. പിന്നെ ഋഷീനെ നമ്മൾ ഇന്ന് വിളിച്ചു വരുത്തിയതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതായത് നമ്മള് കുറച്ചും കൂടി ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ അല്ല സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് സോൺസിലേക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമ്മുടെ 4 കമന്റ് ഇടുന്ന ആൾക്കാർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് ശരിക്കും വിവരമുള്ളവരും ഇപ്പോഴും റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിക്കുകയും നമ്മുടെ ഋഷി ഒരു സ്ഥിരം വ്യൂവറായ ഋഷിനെ തന്നെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഋഷി ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു വന്നതിൽ സന്തോഷം. താങ്ക് യു ഋഷി. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഋഷിയുടെ ലെവലിൽ ചോദ്യം കിട്ടാൻ വേണ്ടിട്ട് ChatGPT-നോടാണ് ഞാൻ ചോദിച്ചത്. കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങളും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ യൂണിവേഴ്സിന് എന്തോരം വലിപ്പമുണ്ട്? അത് ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണോ? ആൻസർ ചെയ്യാനാവും. ഒരു അത്ര ഡീപ്പായിട്ട് എന്താണ് കറക്റ്റ് ഒരു നമ്പർ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എസ്റ്റിമേറ്റ് പറയാം. വലിയതാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ അതായത് ഒബ്സർവബിൾ യൂണിവേഴ്സ് ഉണ്ട്, നോൺ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഉണ്ട്. ഒബ്സർവബിൾ യൂണിവേഴ്സ് പറഞ്ഞാൽ യൂണിവേഴ്സ് ഇപ്പൊ ഒരു ഷെല്ലായിട്ട് കണക്കാക്കില്ല. നമ്മ സെന്റർ ആണെങ്കിൽ ആ ഷെല്ലിന്റെ ഏറ്റവും അറ്റത്ത് നിന്ന് ലൈറ്റ് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഏറ്റവും അധികം ദൂരത്തേക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ്. അത് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സിന്റെ ഡയമീറ്ററിൽ വരുന്നത്. ലൈറ്റ് ഇയർ എന്താണെന്ന് പറയാമോ? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അത് ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ടൈമിന്റെ ഒരു എന്തോ ഒരു സംഭവമായിരിക്കും. പക്ഷെ ഡിസ്റ്റൻസിന്റെ ഒരു കൊല്ലം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഒരു കൊല്ലം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന 9x1031 കിലോമീറ്റർ ആണ് എനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവിൽ. ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യും.
അത് ഒരു കൊല്ലം മാത്രം ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഒരു ആ ലൈറ്റ്. ഡിസ്റ്റൻസിന്റെ ഇതിനാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇത് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് തന്നെ. പിന്നെ മറ്റേതെന്താ പറഞ്ഞ ഇത് ഇപ്പം നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന യൂണിവേഴ്സ് ആണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. അപ്പം ശരിക്കുള്ള യൂണിവേഴ്സിന്റെ സൈസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഫാസ്റ്റസ്റ്റ് മീഡിയം ദാറ്റ് വി ക്യാൻ യൂസ് ടു ഒബ്സർവ് ഇസ് ലൈറ്റ് അല്ലെ. അപ്പൊ ലൈറ്റിനെക്കാട്ടിയും സ്പീഡിൽ എന്തെങ്കിലും സാധനം വേണ്ടി നമുക്ക് ബാക്കിയിൽ വേറൊരു സംഭവം കാണാൻ, അതിന്റെ പുറത്തുള്ള സംഭവം കാണാൻ. അത് ഇല്ലാത്തോണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അറിയാനുള്ള ഒരു മീൻസ് ഇല്ല. അങ്ങനെ മീൻസ് ഉണ്ടായാൽ അതിന്റെ അടുത്ത് വെച്ചാൽ കംപ്ലീറ്റ് ജനറൽ റിലേറ്റിവിറ്റി, അതായത് ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അങ്ങ് ഇല്ലാണ്ടാവും. ഒരു ലേമൻ ടേംസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം ഇതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ലൈറ്റ് 3 × 10⁸ മീറ്റർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യും. അപ്പൊ നമ്മുടെ എർത്തിന്റെ ഒരു ഡയമീറ്റർ വെച്ചിട്ട് എർത്ത് കവർ ചെയ്യാൻ ലൈറ്റിന് എത്ര ടൈം വേണം? മീൻസ് എർത്തിന്റെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 1-2 സെക്കൻഡ് ഒക്കെ? അതായത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് എർത്ത് സർക്കംഫറൻസ് ട്രാവൽ ചെയ്യാൻ 1 സെക്കൻഡ് കൊണ്ട് 7 ടൈംസ് ലൈറ്റ് ട്രാവൽ ചെയ്യണം. ഒരു സെക്കൻഡില് 7 ടൈംസ് ലൈറ്റ് മൊത്തത്തിൽ ഇങ്ങനെ, അതായത് ഡയമീറ്റർ അകത്തു കൂടെ അല്ല, ഇങ്ങനെ സർക്കംഫറൻസ് വട്ടത്തില് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡില്. അങ്ങനെയുള്ള ഒരു സെക്കൻഡില് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻടു 1 ഇയർ എടുത്താലുള്ള ഡിസ്റ്റൻസ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് ദൂരം. അതിന്റെ തന്നെ ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആണ് ഇപ്പം നമ്മളെ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഉള്ളതെന്നാണ് പറയണത്. നമ്മുടെ പ്ലൂട്ടോ ഒക്കെ നിൽക്കണ 1 ലൈറ്റ് ഇയറിന്റെ ഉള്ളാണോ? അല്ല, ഇത് ലൈറ്റ് ഇയർ കുറച്ച് വലുതായതുകൊണ്ട് ആസ്ട്രോണമേഴ്സ് വേറൊരു യൂണിറ്റ് ഉപയോഗിക്കും, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് തന്നെ, AU. AU ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ എർത്ത് മുതൽ സൺ വരെ ഡിസ്റ്റൻസാ. അത് 1 AU കണക്കാക്കുന്നത്. 1 AU എന്ന് പറഞ്ഞാൽ എർത്ത് മുതൽ സൺ വരെ ഡിസ്റ്റൻസ്. പ്ലൂട്ടോ സ്ഥിതി ചെയ്യുന്നത് 100 AU ലാ, ഓൾമോസ്റ്റ് 100 AU. അത് നോക്കേണ്ടി വരും, കറക്റ്റ് നമ്പേഴ്സ് അറിയില്ല. പക്ഷെ 1 ലൈറ്റ് ഇയർ പോലും ഇല്ലാന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ ഉണ്ടാവില്ല. കാരണം ലേറ്റസ്റ്റ് ക്ലോസസ്റ്റ് സ്റ്റാർ അതർ ദാൻ സൺ, പ്രോക്സിമ സെന്റോറി എന്ന് പറയും, അത് 4.2 ലൈറ്റ് ഇയേഴ്സ് ആണ്. നമ്മള് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് 1 AU ആണെങ്കിൽ അതിന്റെ 100 ടൈംസ് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ പ്ലൂട്ടോയിലേക്ക്. എടാ മറ്റേ ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 63,241 AU ആ. എന്റെ അമ്മ, അതിന്റെ തന്നെ ബില്യൺസ്. അപ്പൊ എത്ര വലുതാണ് ഈ സ്പേസ്. അതിൽ നമ്മൾ എന്ത് കൊറേയായി. അതാണ് ഋഷി ആദ്യം പറഞ്ഞത് വലിയതാണ്. ഇത് പക്ഷെ ഒബ്സർവബിൾ, അതായത് നമ്മളെ അടുത്തേക്ക് ലൈറ്റ് വന്ന പോയിന്റ് മീൻസ് ഏറ്റവും ദൂരത്തുനിന്നുള്ള ലൈറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയോ, അതാണ് ഒബ്സർവബിൾ. അപ്പൊ അതിന്റെ പുറത്തേക്കും ഉണ്ടാവും, ലൈറ്റ് ഇവിടെ എത്തുന്നില്ല എന്നേ ഉള്ളൂ. അതെ, കാരണം ഒരിക്കലും എത്തൂല ലൈറ്റ്. ഡിസിപ്പേറ്റ് ആയി പോവോ? ഭൂമി തീർന്നു എന്നാണോ? അല്ല, അതായത് ഈ ലൈറ്റ് ടു സ്പീഡുള്ള ഒബ്ജക്റ്റ് ലൈറ്റ് തന്നെയാണ് ഐൻസ്റ്റൈൻ പറയുന്നത്, ജനറൽ തിയറി. ഐൻസ്റ്റൈൻ പറഞ്ഞാൽ അത് പ്രൂവ്ഡ് ആണ്. ഫാസ്റ്റസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റ്. പക്ഷേ ഇത് ഐൻസ്റ്റൈൻ ഇങ്ങനെ പറഞ്ഞില്ല, ലൈറ്റ് സ്ഥിതി ചെയ്യുന്ന സ്പേസിന് ലൈറ്റിനെക്കാട്ടി സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറഞ്ഞില്ല. ഈ സ്പേസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് പറഞ്ഞാൽ ലൈറ്റിനെക്കാട്ടും എത്രയോ വളരെ സ്പീഡിലാണ്. അത് ഹബിൾ കോൺസ്റ്റന്റ് ട്രാവൽ ചെയ്യുന്നു. അതായത് ബിഗ് ബാങ്ങിന് ബെസ്റ്റ് തിയറി. ഹോൾ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഹോൾ സ്പേസ് ഇങ്ങനെ മൂവ് ആവുന്നുണ്ടോ? മൂവ് ചെയ്യുന്നില്ല, എക്സ്പാൻഡ് ചെയ്യുന്ന സ്പീഡ് എക്സ്പാൻഡ് ചെയ്യുന്ന സ്പീഡ് ലൈറ്റിനെക്കാട്ടി എത്രയോ മടങ്ങാം. അപ്പം അത്ര സ്പീഡിൽ ഒരു എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അറ്റത്തെ ലൈറ്റ് ഇവിടെ എത്താൻ എക്സ്പാൻഷൻ സ്പീഡിനെക്കാട്ടിയും സ്പീഡ് വേണ്ടി വരില്ലേ? പക്ഷെ ലൈറ്റ് ഒരിക്കലും ആ സ്പീഡിൽ എത്തൂല. അതാണ് പെർട്ടിക്കുലർ ഈ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സ്പേസ് എന്ന് പറഞ്ഞ ഒരു നത്തിങ്നെസ് അല്ലേ? ഇതിങ്ങനെ എന്താണ് അപ്പൊ അത് വേറെ സ്പേസ് പറഞ്ഞാല് നത്തിങ്നെസ്, അതായത് നത്തിങ്നെസ് ഇല്ല ഓൾമോസ്റ്റ്. അതായത് നമ്മളെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ നത്തിങ്നെസ് എന്ന സംഭവമില്ല അവിടെ. അതായത് 1 ആറ്റം പെർ സെന്റിമീറ്റർ ക്യൂബ് ആ ഒരു രീതിയിൽ തന്നെ 1 ആറ്റം പെർ 100 സെന്റിമീറ്റർ ക്യൂബ് വിചാരിച്ചു, ആ ഒരു ഡെൻസിറ്റിയിൽ തന്നെ മാറ്റർ ഉണ്ടാവും. വാക്യൂം എന്ന് പറഞ്ഞ സാധനമില്ല സ്പേസിൽ. സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഒരു വാക്യൂം അല്ലല്ലേ, അതൊരു ഈ ബിഗ് ബാങ്ങിന്റെ കാര്യം ഞാൻ
പറഞ്ഞല്ലോ, നമ്മള് ബിഗ് ബാങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ബിഗ് ബാങ് നടന്നുകൊണ്ടിരിക്കല്ലേ ശരിക്കും പറഞ്ഞ, അതാ അങ്ങനെയാണോ പറയണേ? ബിഗ് ബാങ് സംഭവിച്ചിട്ട് അതിന്റെ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു പൊട്ടിത്തെറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ബേസിക്കലി. കണ്ടിന്യൂ ആ പ്രോസസ് നടന്നു. പക്ഷെ ഇത് ബിഗ് ബാങ് തിയറി എന്നൊരു തിയററ്റിക്കൽ പ്രഡിക്ഷൻ, അത് അതായത് ബെസ്റ്റ് പ്രിഡിക്റ്റഡ് തിയറി എന്ന് വേണം പറയാം ബിഗ് ബാങ്. കറന്റ് ബെസ്റ്റ് പ്രിഡിക്ട്, അത് ഉറപ്പിക്കാൻ പറ്റില്ല ബിഗ് ബാങ്. പക്ഷെ എന്നാലും ആ ഒരു തിയറി സ്യൂട്ട് ആവുന്നുണ്ട്. പക്ഷെ ചില JWST ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അറിയായിരിക്കും, ജെയിംസ് വെബ് ടെലിസ്കോപ്പ്, ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ്, അതിലും അതിന്റെ ഒബ്സർവേഷൻ പ്രകാരം ചില ഗാലക്സീസ് അവർ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് ഓഫ് അവർ യൂണിവേഴ്സ് 13.8 ബില്യൺ ഇയേഴ്സാണ്. അപ്പൊ അതിനെക്കാട്ടി മുകളില് ഏജിലെ ഗാലക്സീസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 14 ബില്യൺ 15 ബില്യൺ ഏജിലെ ഗാലക്സീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം ആ 13.8 ബില്യൺ ഇയേഴ്സ് ഏജ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ തിയററ്റിക്കലി പ്രഡിക്റ്റഡ് ഏജാണ്. അപ്പൊ അതിനെക്കാട്ടി മുകളിൽ ഡിറ്റക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബാങ് തിയറി, സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ബിഗ് ബാങ് ഫോൾസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കാട്ടി ബെറ്റർ തിയറി വരാനുള്ള ചാൻസ് ഉണ്ട്. റിലീജിയസ് ആൾക്കാരൊക്കെ പറയല്ലോ സയൻസ് ആൾക്കാർ മാറ്റി പറയാന്നുള്ള, അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇത് കേട്ട് കഴിഞ്ഞാൽ റിലീജിയസ് ആൾക്കാർക്കൊക്കെ ഇതായ അത് പറയണം, വരെ അവര് മാറ്റി പറഞ്ഞൊക്കെ. അത് സയൻസ് എന്തായാലും മാറിക്കൊണ്ടിരിക്കണം. അതല്ല ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച്. അതെ, അത് മാറൂലോ. പിന്നെ അപ്പൊ നമ്മുടെ ഈ യൂണിവേഴ്സ് അല്ലാതെ വേറെ ഈ നമ്മള് മൾട്ടിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ അതൊരു ഫാക്ച്വൽ സയന്റിഫിക് കാര്യമാണോ ഈ മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയുന്നത്? അതായത് ചില തിയറി സ്ട്രിംഗ് തിയറി പ്രകാരം ഒരു ടൈപ്പ് ഓഫ് മൾട്ടിവേഴ്സ് ഉണ്ട്, അത് വേറൊരു കോൺസെപ്റ്റ്. അത് കൂടാണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ശരിയാവും. അതായത് ഷ്രോഡിഞ്ചേഴ്സ് കാറ്റ് കേട്ടിട്ടുണ്ടോ മിക്കവാറും അല്ലാതെ. അതായത് അതിന്റെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ മൾട്ടിവേഴ്സാ. അതായത് ഇൻഫിനിറ്റി ടൈംസ് നമ്മളെ പോലത്തെ ഇൻഫിനിറ്റി ആൾക്കാരുണ്ടാവും, അത് വേറെ ടൈപ്പ് ഓഫ് മൾട്ടിവേഴ്സ്. അത് കൂടാണ്ട് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിന്റെ സൈഡിൽ വേറെ ബബിൾ യൂണിവേഴ്സ് ഉണ്ട്, അത് വേറെ. ഇത് റോജർ പെൻറോസിന്റെ ഒരു ഫേമസ് ഫിസിസിസ്റ്റ്, റോജർ പെൻറോസ്, നോബൽ ലോറേറ്റാ. ഇതിനിടക്ക് മരിച്ചു 2 കൊല്ലം മുമ്പ്. അപ്പൊ അയാളുടെ പ്രകാരം മരിച്ചുപോയോ? മരിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം കൂടി പെൻഡ്രോസിന്റെ ഒരു വീഡിയോ കണ്ടതാണല്ലോ. പഴയ വീഡിയോ ആയിരിക്കും. റോജർ പെൻഡ്രോസ് മരിച്ചിട്ടൊന്നും ഇല്ല, മരിച്ചു. നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ല, റോജർ പെൻഡ്രോസിനെ ഞാൻ ഫോളോ ചെയ്യണ, കാരണം എനിക്ക് ടൈലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആ സാധനം എന്താന്ന് പറഞ്ഞ ആ മൾട്ടിവേഴ്സിന് 94 വയസ്സില് ഇപ്പോഴും പുള്ളിയുടെ ആണ്. ഇപ്പൊ പുള്ളിയുടെ ഒരു തിയറി ഉണ്ട് കോൺഷ്യസ്നെസിനെ കുറിച്ച്. പുള്ളിയും പിന്നെ വേറൊരു ഈ മൈക്രോ ട്യൂബ്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം വെച്ചൊരു OR തിയറി ഉണ്ട്. അത് ഭയങ്കര ലൈക്ക് ഇത് നമ്മളൊക്കെ പറയണത് ഒരു കമ്പ്യൂട്ടർ പോലെയാണെന്നല്ലേ പറയാ. പക്ഷെ പുള്ളി പറയുന്നത് കമ്പ്യൂട്ടേഷനലേ അല്ല എന്ന് പറയണ കോൺഷ്യസ്നെസിന്റെ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ. അതായത് പുള്ളി എന്തൊക്കെ സ്കീം പിടിക്കണം നോക്കണേ, എല്ലായിടത്തും ഓടി നടന്നത് ഒരു പോളിമാത്ത് പോലത്തെ പുള്ളിയാണ് പുള്ളി. അതൊക്കെ ശരിയാണോ? അല്ല, ഋഷി ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നില്ല മൾട്ടിവേഴ്സിന്റെ പുള്ളിയുടെ തിയറി. അതായത് പുള്ളിയുടെ പ്രകാരം പുള്ളി ഒരു മറ്റേ ബിഗ് ബാങ് ഫാൻ അല്ല. അപ്പൊ അയാളുടെ പ്രകാരം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈംസ് ഇത് കൊളൈഡ് ചെയ്യുന്നു, എക്സ്പയർ ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റ് ആണ് മൾട്ടിവേഴ്സ്. ബിഗ് ക്രഞ്ച് പോലെ അല്ല, അത് കുറച്ച് ഡീപ്പാണ്. അത് കറക്റ്റ് എനക്കും അത്ര അറിയില്ല അതിനെ കുറിച്ച്. പക്ഷെ അയാളുടെ പ്രകാരം വേറൊരു മൾട്ടിവേഴ്സ് തിയറി ഉണ്ട്. ബിഗ് ബാങ് ഫാൻ അല്ല അയാൾ. അത് മറ്റേ 5th ഡയമെൻഷനിലായി കഴിഞ്ഞാൽ സ്കീം അല്ല ഉദ്ദേശിച്ചത്. അത് 11 ഡയമെൻഷൻ സ്ട്രിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന് 11 ഡയമെൻഷന്റെ ആവശ്യമുണ്ട്. 11 ഡയമെൻഷനിലാണ്ട് അത് എക്സ്പ്ലെയിൻ ആവില്ല. എല്ലാം അറ്റ് എ ടൈം എക്സിസ്റ്റ് ചെയ്യുന്നു, എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്, അതാണോ ഉദ്ദേശിച്ചത്? ഫിലോസഫിക്കലി ഇപ്പം കുറെ ജാർഗൺ വേർഡ്സ് ഉപയോഗിച്ച് വേണം. ഫിലോസഫിക്കലി അല്ല, നമ്മളിന്ന് ഒരു സയന്റിഫിക് ഓറിയന്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് സെക്ഷൻ ആണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാണ് സയന്റിസ്റ്റിനെ തന്നെ ഉണർന്നേക്കണേ. പിന്നെ ടൈം ട്രാവൽ, അതെന്റെ ഒരു ചോദ്യമാണ്. ടൈം ട്രാവൽ ഒക്കെ നിങ്ങൾ പഠിക്കുക, ഇപ്പൊ നിങ്ങൾ ടൈമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ലൈറ്റിന്റെ കാര്യവും ഡിസ്റ്റൻസ് നിങ്ങൾ അളക്കുന്നതും
പിന്നെ റിലേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ വേറെ ഏതെങ്കിലും ഗാലക്സിയിലെ ഏതെങ്കിലും പ്ലാനറ്റിലെ ആൾക്കാരെ പാസ്റ്റ് ഒക്കെ നമുക്ക് കാണാലോ. പാസ്റ്റ് അതായത് പ്രസന്റ് തിയറി പ്രകാരം പാസ്റ്റിലേക്ക് പോകാനുള്ള ഒരു വേ ഇല്ല. പാസ്റ്റിലേക്ക് പോവല്ല, അവരെ പാസ്റ്റ് കാണാലോ നമുക്ക്. അത് പാസ്റ്റ് കാണാൻ ഉദ്ദേശിച്ച് ഒന്ന് ക്ലിയർ ആക്കാനാവോ അത് ക്വസ്റ്റ്യൻ? പാസ്റ്റ് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഇത് വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ഓരോ സാധനങ്ങള്. ഇപ്പൊ ഭയങ്കര ദൂരമുള്ള സാധനം ഒരു ഗാലക്സി ആണെന്ന് വെച്ചാല് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോഴേക്കും ആ റിലേറ്റിവിറ്റി പ്രകാരം അവര് മൂവ് ഓൺ ചെയ്തിട്ട് അവർ ഫ്യൂച്ചറിലേക്ക് പോയിന്റ് ആവുമല്ലോ. അപ്പൊ അവരുടെ പാസ്റ്റിലത്തെ ലൈറ്റ് അല്ലേ നമ്മുടെ അടുത്ത് എത്തുള്ളൂ. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത്ര പവർഫുൾ ടെലിസ്കോപ്പ് ഉണ്ട്. അതായത് അവിടുത്തെ അല്ല അവിടുത്തെ ഏലിയൻസിനെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ പാസ്റ്റ് കാണാനോ. പക്ഷെ അവരെ പാസ്റ്റ് കണ്ടിട്ട് നമുക്ക് പാസ്റ്റ് വലിയ ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മളെ പാസ്റ്റ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പക്ഷെ നമ്മുടെ പാസ്റ്റ് ഓക്കെ, നമ്മുടെ പാസ്റ്റ് കാണുമ്പോഴാണ് കുറച്ചും കൂടി അടിപൊളി എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിൽ മൊത്തം ഒരേ ഫിസിക്സ് ആണല്ലോ വർക്ക് ചെയ്യണേ. അങ്ങനെയാണെന്ന് വെച്ചാൽ സിമിലർ ഫിസിക്സ് ഉള്ള ഒരാൾക്കാരുടെ പാസ്റ്റ് കാണുന്നത് യൂസ്ഫുൾ അല്ലേ? അതും അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും കറക്റ്റാ. പക്ഷെ അതായത് ടെലിസ്കോപ്പിന്റെ സൈസ് പറഞ്ഞാൽ നമ്മുടെ ഒരു സോളാർ സിസ്റ്റത്തിന്റെ അത്ര വലിയ ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. എർത്ത് സൈസ് ടെലിസ്കോപ്പിൽ തന്നെ ഒരു ബ്ലാക്ക് ഹോളിലെ 2-3-5-6 കൊല്ലം മുമ്പാണ് ബ്ലാക്ക് ഹോൾ റിസോൾവ് ആയത്. പറഞ്ഞ നിന്റെ അവിടെയുള്ള മറ്റേ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞില്ല, അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ ലൈറ്റ് ഞാനിപ്പോ പറയുന്ന ഉദ്ദേശിച്ചാൽ നമ്മുടെ വിസിബിൾ ലൈറ്റ് മാത്രമല്ല. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഗാമ റേ മുതൽ റേഡിയോ വേവ്സ് വരെ ഉണ്ട്. അതായത് വേവ് ലെങ്ത് പ്രകാരം സ്പെക്ട്രം പോലെ ഗാമ റേ മുതൽ റേഡിയോ വേവ്സ് വരെ. ഇപ്പൊ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന വേവ് ലെങ്ത് പറഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ്, പിന്നെ നിയർ ഇൻഫ്രാറെഡ്, ഓക്കെ, പിന്നെ റേഡിയോ വേവ്സ്. ഇതിലും ഭൂമിയിൽ നിന്ന് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനോ. ഇപ്പൊ റേഡിയോ ടെലിസ്കോപ്സ് ഉണ്ട്, ഒപ്റ്റിക്കൽ ടെലിസ്കോപ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ വലിയ ടെലിസ്കോപ്പ് 3.6 മീറ്റർ DOT ഡയറക്ടർ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ്, അത് ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പാണ്. അതില് വിസിബിൾ ആയിട്ടും നിയർ ഇൻഫ്രാറെഡ് വേവ്സും ഒബ്സർവ് ചെയ്യണം. അപ്പം അതിലൂടെ മാത്രമേ നമുക്ക് കാണാനാവുള്ളൂ യൂണിവേഴ്സ്. ഒരു ഡിസ്ക്ലെയിമർ ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് തൊട്ടേ ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നതാണല്ലോ നമ്മളൊരു ഇതിലുള്ള. പക്ഷെ അവിടെ പോയപ്പോ എനിക്ക് മനസ്സിലായി അതല്ല ഇവര് പറയുന്ന ടെലിസ്കോപ്പ്. ഇതൊരു മുട്ടൻ വലിയ ടെലിസ്കോപ്പാണ്. ഈ മരണക്കിണറൊക്കെ പോലെ നല്ല വലിയ വട്ടത്തിലുള്ള ടെലിസ്കോപ്പ്. അതിന്റെ ഡയമീറ്റർ ആണ് എത്ര, 3 മീറ്ററോ പറഞ്ഞത് അല്ലെ? 3.6 മീറ്റർ ഉണ്ട് അതിന്റെ ഡയമീറ്റർ. അപ്പം വലിയതാ. അപ്പൊ നമ്മൾ അതിലെ പോയി ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇതല്ല. ഇത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ടിപ്പിക്കലി ഇപ്പൊ ഞാനും വിചാരിച്ച ടെലിസ്കോപ്പ് കാണാൻ പോവാം, ദേവാസ്കൽ ടെലിസ്കോപ്പ് കാണാൻ പോവാം, ഏഷ്യാസ് ലാർജസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെച്ചാൽ വലിയ സാധനം. ഞാനിങ്ങനെ ഇവിടുന്ന് നോക്കുന്നു, അവിടെ സ്റ്റാർ കാണുന്നു. പക്ഷെ അങ്ങനെ അല്ല. റിയാലിറ്റി എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളെ പോലെ അധികം ഇതിനെപ്പറ്റി നോളേജ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ഞാൻ പോയപ്പോ ഞാനൊന്ന് ഞെട്ടി, ഇങ്ങനെയാണോ? സാധാ ഫോട്ടോ എടുത്ത് സ്കൈയുടെ ഒരു ഫോട്ടോ അയച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നൈറ്റ് സ്കൈ എന്ത് അവിടെ സൂപ്പർ സ്കൈ. അതായത് നമ്മളിവിടെ ഫുള്ള് ലൈറ്റ് പൊല്യൂഷൻ അല്ലേ. അവിടെ ഇവര് മലന്റെ മേലെ സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒന്നും ഇല്ലാതെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ടെലിസ്കോപ്പ് ഉള്ളതിന്റെ അടുത്തൊന്നും ലൈറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഇവര് സ്റ്റേ ചെയ്യണ സ്ഥലം വരെ കുറച്ച് വിട്ടിട്ടാണ് ഉണ്ടാവുക. പിന്നെ ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള മലകളും കാര്യങ്ങളും ഒന്നും ലൈറ്റ് ഇല്ല, ഹിമാലയത്തിലല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അപ്പം സ്കൈ അങ്ങനെ ആക്ച്വലി ബ്ലാക്ക് ആയിട്ട് കാണാം. ബ്ലാക്ക് ആയിട്ട് കാണുമ്പോൾ നമ്മൾ കുറച്ചേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കണ്ണൊന്ന് അഡാപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്റ്റാർസും കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടത്തെ പോലെയല്ല. ബാംഗ്ലൂരൊക്കെ മേലോട്ട് നോക്കിയാൽ വെള്ളം ചുവപ്പും കളറാ. അതല്ലാതെ ആകാശമൊക്കെ. ഇത് പക്ഷെ രാത്രിയായിട്ട് ഫീൽ ചെയ്യും. നല്ല ഡാർക്ക് സ്കൈ. അതിലിങ്ങനെ കുറെ നക്ഷത്രങ്ങൾ കാണാം. കുറെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നല്ല രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതാണ് ഋഷി എന്നും കണ്ടോണ്ടിരിക്കുന്നത്. നോ പൊല്യൂഷൻ, ഗ്രീനറി. അവിടെ തണുത്തിട്ട് വീടിന്റെ ഉള്ളിൽ എങ്ങനെയാലും ഇരിക്കുന്നിടത്താണ് പുറത്ത് സ്റ്റാർ കിടന്നൊക്കെ. അതെ, നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി പോരാടുകയാണ് ഋഷി അവിടെ. തണുപ്പും ഇതൊക്കെ സഹിച്ച്
ദൂരെ പോകുന്ന എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങളും ഹ്യൂമൻസിന് വേണ്ടി. പിടിച്ചെടുത്ത് ഭാവിയിൽ ഒരു ഏലിയൻസ് ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് ഒരാള് ഏലിയൻ അടിയ. അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ അത്ര സ്പെഷ്യൽ ആണോ ഈ യൂണിവേഴ്സില്? എന്ത് തോന്നുന്നു? ഋഷിയുടെ ഒരു ഒപ്പീനിയൻ, ഞാൻ പറഞ്ഞ സയന്റിഫിക് ആയിട്ടല്ല, ഒരു ഋഷിയുടെ ഒരു ഒപ്പീനിയൻ ആണ് ചോദിക്കണേ. വേറെ ആൾക്കാരുണ്ടോ? ഉണ്ടാവാൻ സാധ്യത? അതായത് പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇത് നമ്മൾ മാത്രമായിട്ടുണ്ടാവുന്ന പ്രോബബിലിറ്റി ഭയങ്കര മൈന്യൂട്ടായിരിക്കും. നമ്മൾ ഗാലക്സിയിൽ തന്നെ വേറൊരു ലൈഫ് ഫോം ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇതൊരു മിൽക്കി വേയിൽ ഡ്രേക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, ഡ്രേക്ക് ഡിസ്കവർ ചെയ്ത ഇക്വേഷനാണ്. അതായത് ആ ഇക്വേഷൻ പ്രകാരം ദ പ്രോബിലിറ്റി ഓഫ് ലിവിങ് തിങ് ക്ലോസ് ടു ഇൻസൈഡ് ദ ഗാലക്സി എന്ന് പറഞ്ഞാൽ തന്നെ ഫ്യൂ നമ്പേഴ്സ് ഉണ്ട്. 100 ടൈംസ് ആ ഒരു എക്സാക്ട് നമ്പർ ഓർമ്മയില്ല, പക്ഷെ ആ ഒരു റേഞ്ചിലത്തെ പ്രോബിലിറ്റി ഉണ്ട് ഉണ്ടാവാനുള്ള ചാൻസ്. ലൈഫ് ഫോം എന്ന് വെച്ചാൽ ബാക്ടീരിയ പോലും ആവാം. അതായത് ഹ്യൂമൻസിന്റെ അത്ര ഇന്റലിജന്റ് ആവണില്ല, ബാക്ടീരിയ പോലും ആവാം. നമുക്ക് ഒരു റാഷണലി തിങ്ക് ചെയ്യാന്ന് വെച്ചാല് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇല്ല, നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയാം. ഇല്ലാന്ന് നമ്മൾ കണ്ടുപിടിക്കാത്തടത്തോളം കാലം നമുക്കില്ല എന്ന് വേണം പറയാം. പക്ഷെ നമ്മളെ ഗാലക്സിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണ്ടല്ലോ. അതായത് നമുക്ക് നമ്മുടെ ഗാലക്സിയിലുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഇതൊന്നും നമ്മുടെ ടെലിസ്കോപ്പിനില്ല. ഈ ജെയിംസ് വെബ് ഇതിനൊന്നും ഇല്ല. ജെയിംസ് വെബ് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഒബ്സർവ് ചെയ്യും. പക്ഷെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ ലൈഫ് ഫോം കണ്ടുപിടിക്കണം. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ട് ആസ്ട്രോബയോളജി എന്ന് പറഞ്ഞാൽ. അത് അവരെന്ന് വെച്ചാൽ ബയോളജിക്കൽ സിഗ്നേച്ചേഴ്സ്, അതായത് ചില കെമിക്കൽസ് ലൈഫ് ഫോംസ്, ഓർഗാനിക് ലൈഫ് ഫോം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് കെമിക്കൽ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. അപ്പോൾ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ മെജോറിറ്റി ഓർഗാനിക് ആനിമൽസ്, ഓർഗാനിക് ലിവിങ് തിങ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അത് വീനസിന്റെ അറ്റ്മോസ്ഫിയർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഫോൾസിഫൈ ചെയ്തു. അപ്പം ഇങ്ങനത്തെ ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രം സിഗ്നേച്ചേഴ്സിലെ കെമിക്കൽ ഡിറ്റക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പറയാനാവും ലൈഫ് ഉണ്ടോ ഇല്ലയോ. ഇനി നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ ആവണമെന്നില്ലല്ലോ. അവരുടെ വേറൊരു ലൈഫ് ഫോം ആണെങ്കിൽ അവരുടെ കെമിക്കലും അവരുടെ സ്ട്രക്ചറേ വേറെ ആയിരിക്കുമല്ലോ. അവരുടെ സ്ട്രക്ചർ വേറെ, ഓർഗാനിക് ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ട്രക്ചർ വേറെ ആയിരിക്കും, പക്ഷെ ഫോളോ ചെയ്യുന്ന ഫിസിക്സ് സെയിം ആയിരിക്കും. അതും ഡൗട്ടില്ല. ഫിസിക്സ് എന്തായാലും സെയിം ആയിരിക്കും. കെമിസ്ട്രി ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കുന്നതാണ്. അവർ ഉപയോഗിക്കുന്ന പേര് വ്യത്യാസമാവുന്നുണ്ടാവില്ല, പക്ഷെ എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റക്ട് ചെയ്താൽ അതിൽ ഫർദർ ഒബ്സർവേഷൻ നടത്തും. അതായത് എർത്ത് ബേസ്ഡ് ഒരു ടെലിസ്കോപ്പ് ഡിറ്റക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്ലാനറ്റിൽ, അതായത് ആ പ്ലാനറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിന്റെ സ്റ്റാറിന്റെ ജിയോഡസിക് സോണിൽ. ജിയോഡസിക് സോൺ എന്നാൽ അതായത് നമ്മളെ എർത്തും മാർസും ആണ് സണ്ണിന്റെ ജിയോഡസിക് സോണിൽ. ജിയോഡസിക് സോൺ ഗോൾഡിലോക്സ് സോൺ. അപ്പൊ ഗോൾഡിലോക്സ് സോൺ എന്ന് പറഞ്ഞാല് സോൺ വേർ ലൈഫ് മേ എക്സിസ്റ്റ്. അതായത് ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യും, ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള സോണാണ് ഗോൾഡിലോക്സ് സോൺ. അപ്പം ആ ഒരു സോണിലെ പ്ലാനറ്റ് ഡിറ്റക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടോ നോക്കും, ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഫർദർ ഒബ്സർവേഷൻ. അത് കഴിഞ്ഞിട്ട് സയന്റിഫിക് പ്രോസസ് അതിന്റെ രീതിയിലാണ് ഇവർ ചെയ്യണത്. അപ്പൊ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റഡി ചെയ്ത് പോവാണെന്നല്ലേ? അതെ, 100 കണക്കിന് പേപ്പർ പബ്ലിഷ് ചെയ്യും ഒറ്റ ഒരു ഒബ്ജക്റ്റ്, ഒരു സോഴ്സിൽ തന്നെ. നമ്മള് തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കിയ ഒരാളെ കാണുന്ന മാതിരി അത്ര എളുപ്പമല്ല ഏലിയനെ തൊട്ടപ്പുറത്തെ ഒരു ഏലിയനെ നോക്കി കണ്ടുപിടിക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ലോട്ട് ഓഫ് സോളാർ സിസ്റ്റത്തിൽ പോലും കണ്ടുപിടിക്കാൻ പാടായിരിക്കും എന്നാണ് പറയുന്നത്. ടെക്നോളജി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി ഇങ്ങനെ വരും വേണം. പണ്ട് ക്രിക്കറ്റ് കളി കാണുമ്പോ കാണാം ചന്ദ്രനിലോട്ട് ഇങ്ങനെ സൂമിൻ ചെയ്ത് ക്യാമറ കുറെ കുഴികളും ഇതൊക്കെ കാണിക്കുന്നത്. നമ്മള് ക്ലോസ് ആണോ കണ്ടുപിടിക്കുന്നേ? അതോ നമ്മുടെ റൈറ്റ് ട്രാക്കിലാണോ നമ്മള്? റൈറ്റ് ട്രാക്കിൽ. അതായത് ഈ ഒരു സെഞ്ചുറിയിൽ തന്നെ 2100 തന്നെ എനിക്ക് തോന്നുന്നു കണ്ടുപിടിക്കുന്നതാണ്. കേപ്പബിലിറ്റീസ് ഉണ്ട്, നമുക്ക് ചാൻസസ് ഉണ്ട്. ISRO ആസ്ട്രോബയോളജി ഉണ്ട്, പക്ഷെ അങ്ങനെ ISRO മെയിൻ ഇങ്ങനെ ഒരു സയൻസ് ബേസ്ഡ് റിസർച്ച് അങ്ങനെ കുറവാണ് കുറച്ച്. ഇപ്പം ചന്ദ്രയാനില് വാട്ടർ ഡിറ്റക്ട് ചെയ്യുക, ചന്ദ്രയാനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട്
നമ്മളെ ആദിത്യ L1 സൂര്യനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദിത്യ L1 എന്ന് പറഞ്ഞൊരു സ്പേസ് ക്രാഫ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ രീതിയിൽ മാത്രമാണ് ഇപ്പം ISRO ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലൈഫ് ഫോംസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു ഫോക്കസിലില്ല ഇപ്പൊ ISRO. അവര് നോക്കുന്ന വേറെ പല കാര്യങ്ങളാണ് ബേസിക്കലി. നാസയാണ് അപ്പൊ ഇത് ചെയ്യുന്നത് ഇതില് ലീഡിങ് ആയിട്ട്. പ്രൈവറ്റ് കമ്പനീസ് ആണോ? അതായത് ഈ ആസ്ട്രോബയോളജിസ്റ്റ് ഇത് ആസ്ട്രോബയോളജിസ്റ്റ് മറ്റേ നാസയിലോ ISROയിലോ വർക്ക് ചെയ്യണമെന്നില്ല അവരെ പണി നടക്കാൻ വേണ്ടിട്ട്. അപ്പം ഏതെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പം ഇവിടെ ഇപ്പൊ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, എക്സോ പ്ലാനറ്റ് ഡിറ്റക്ഷൻ്റെ സയന്റിസ്റ്റ് ഉണ്ട്. ലൈഫിന്റെ അല്ല, എക്സോ പ്ലാനറ്റ്, പുറത്തുള്ള പ്ലാനറ്റ് ഡിറ്റക്ട് ചെയ്യാനല്ലേ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ആസ്ട്രോബയോളജിസ്റ്റിന്റെ കൊളാബറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം വേറെ ടെലിസ്കോപ്സ്. ഏതെങ്കിലും ഓർഗനൈസേഷന്റെ എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്ത് അവരായിട്ട് അവിടുത്തെ സയന്റിസ്റ്റുകളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പേപ്പർ പബ്ലിഷ് ഒക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് പല കാര്യങ്ങളും അല്ലേ? അതെ അതെ, ഇൻഡിവിജ്വൽ എഫേർട്ട് ഇല്ല. അത് 1950s 30s ഇൻഡിവിജ്വൽ പേപ്പേഴ്സിലും പബ്ലിഷ് ചെയ്യാറില്ല. ആ സമയത്താണ് ഐൻസ്റ്റൈനും ഷ്രോഡിഞ്ചറും ഇൻഡിവിജ്വൽ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. ഈ ഒരു ടൈമിൽ ഇൻഡിവിജ്വൽ പേപ്പർ വളരെ കുറവായി. കൊളാബറേഷൻ 100 കണക്കിന് ആൾക്കാർ കൊളാബറേഷൻ ഉണ്ടാവില്ല. ഐൻസ്റ്റീനൊക്കെ ഇപ്പത്തെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇപ്പത്തെ കാലത്ത് ജീവിച്ചിരുന്ന മേ ബി പുള്ളിക്ക് കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് ഉറപ്പാ. പക്ഷെ അത് ഈ ഒരു ടൈമിനുള്ളിൽ ഐൻസ്റ്റീൻ ജനറൽ റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചില്ലെങ്കിൽ വേറെ ആരും പോയിട്ട് കണ്ടുപിടിക്കണ്ട ഇത്ര ആൾക്കാരില്ലേ. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോ എത്രയും കൂടാൻ പറ്റും എന്നൊക്കെ അപേക്ഷിച്ചിരിക്കുമായിരിക്കും. പിന്നെ അത് മാത്രല്ല എല്ലാരും ചിന്തിക്കണ ഒരു ഗ്രൂപ്പ് അല്ലേ, അപ്പൊ എല്ലാരും ചിന്തിക്കണ ഒരേ ഡയറക്ഷനിലേക്ക് ആവണമെന്നില്ല. നെഗറ്റീവ് ഉണ്ട് അതിനകത്ത്. ഇൻഡിവിജ്വലി ഇത്രയും പേര് ഫേമസ് ആയ പോലെ ഇപ്പൊ അങ്ങനെ ആൾക്കാർ നമ്മളെ അറിയപ്പെടുന്നില്ലല്ലോ. അതെന്താ? ഈ മെയിൻ സാധനങ്ങളൊക്കെ ഇവര് കണ്ടുപിടിച്ചോണ്ടാണ്. ഗ്രൂപ്പ് വർക്കുകൾ മെയിൻ സാധനം മാത്രല്ല, അതായത് ഇപ്പം ഫീൽഡ് തന്നെ പണ്ട് ഫിസിക്സ് പറഞ്ഞാൽ ഒറ്റ ഫീൽഡാ. ആസ്ട്രോഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, മെറ്റീരിയൽ ഫിസിക്സ്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പം ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ ഐൻസ്റ്റീൻ ജനറൽ റിലേറ്റിവിറ്റി ആസ്ട്രോഫിസിക്സിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ആൾക്കാരുടെ മൾട്ടിപ്പിൾ ഫീൽഡിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സ്ട്രീം ഉണ്ട്. മൾട്ടിപ്പിൾ സ്ട്രീമിൽ ആൾക്കാർ PhD ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മെറ്റീരിയൽ സയൻസിൽ PhD ചെയ്യുന്ന ഒരാൾക്കാർക്ക് ആസ്ട്രോഫിസിക്സിൽ ഫേമസ് ആയ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ആസ്ട്രോഫിസിക്കൽ ഫീൽഡ് ഫേമസ് ആയ കുറെ ആളുണ്ട്. പക്ഷെ ആ ഫേമസ് നീൽ ഡിഗ്രേസ് ടൈസൺ തന്നെ ആസ്ട്രോഫിസിക്കൽ ഫേമസ് ആണ്. കാൾ സാഗൻ. പക്ഷെ ഇവരിലും അങ്ങനെ ഫേമസ് ആവുന്ന അവര് വർക്ക് കാരണത്തല്ല, അവര് പോഡ്കാസ്റ്റ്, അതായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീൽസിൽ ഇങ്ങനെ കണ്ടാണ് എല്ലാവർക്കും അറിയണം. ആർക്കും അറിയുന്നുണ്ടാവില്ല നീൽ ഡിഗ്രേസ് ടൈസൺ എന്താ ചെയ്തു. അങ്ങനെ ഒരു ഇപ്പൊ ഋഷിയൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടോ ഋഷിയുടെ ഫീൽഡില്? നമ്മൾ ബാക്കിയുള്ളവരും കൂടി അറിയണം. ഈ റീൽസിലൂടെ ഇവരെ കാണുന്നതിന് ഉപരി ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് അങ്ങനെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ബാക്കി ജനറൽ അതായത് ക്രിസ്റ്റഫർ ഫെഡറർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, അതായത് ആസ്ട്രോഫിസിക്സിൽ തന്നെ സിമുലേഷനിൽ വർക്ക് ചെയ്യുന്നത്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ ഏതോ. അയാള് നല്ല നല്ല പേപ്പേഴ്സ് ആണ്, അതായത് സിമുലേഷൻ ബേസ്ഡ് ആണ്, ഒബ്സർവേഷൻ ടെലിസ്കോപ്പ് പേപ്പർ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ വർക്കാ ചെയ്യല്, മോളിക്കുലർ ക്ലൗഡ് ഫോർമേഷൻ. അപ്പം അതൊരു നല്ല അയാള് ഇങ്ങനത്തെ കുറെ സയന്റിസ്റ്റ് ഉണ്ട്. അപ്പം ജനറൽ മാത്രം നോക്കിയിരിക്കാതെ മറ്റേ ബാക്കിയുള്ള കാൽക്കുലേഷനും പരിപാടികളും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ടോക്ക്. അപ്പൊ മേലോട്ട് നോക്കിയിരിക്കുന്നവര് വെറുതെ ആണെന്നാണോ നീ? അല്ല, അല്ല ഇപ്പൊ ഫോർ എക്സാമ്പിള് മുകളിലോട്ട് നോക്കിക്കണവർക്ക് കുറെ ക്രൗഡ് ഉണ്ടാവും, ആൾക്കാർ ചിലപ്പോ തള്ളിക്കയറി ഹാർഡ് വർക്ക് ചെയ്ത്. അല്ല, ഇതും ഹാർഡ് വർക്ക് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില കൺവെൻഷനലി അൺഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സും ചെയ്യാൻ ആൾക്കാർ വേണമല്ലോ. പോയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാലോ ഫേമസ് ആവാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫേമസ് ആവണം, എനിക്ക് കുറെ കാശ് ഉണ്ടാവണം, അങ്ങനത്തെ ആൾക്കാരല്ലാതെ ഇങ്ങനെ എന്താണ് റിയൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ട് എന്നാണ് എനിക്കിത് മനസ്സിലായത്. പക്ഷെ മേ ബി ഇതൊരു ഫേമസ് ആവണം എന്നുള്ള തോട്ട് വരിക്കില്ല. ഇപ്പൊ നീൽ എന്ന് പറഞ്ഞ പുള്ളി ഇതൊക്കെ ചെയ്യുന്നോണ്ടാണ് നമ്മളിലേക്ക് കുറെ ഇൻഫർമേഷൻ എത്തുന്നത്. ഇല്ല, നമ്മൾ അത് പോയി പഠിക്കണം. ഇത് പുള്ളി കുറെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഒരു തമാശ രൂപേണ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുമ്പോഴാണ് നമ്മളും ചിന്തിക്കുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും
ഇപ്പൊ ഈടായിട്ട് എന്റെ അൽഗോരിതം മൊത്തം ഇതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളിനെ കാണുന്നുണ്ട്, പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വലിയ സംഭവമാണ്, ഇത് നമുക്ക് ചിലപ്പോ മനസ്സിലാവില്ല, അതേ ഉള്ളൂ. പിന്നെ നമ്മള് ഫേമസ് ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇലോൺ മസ്കിനെ കുറിച്ച് പറയാതെ വയ്യ. നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വേറൊരാളാണ്. സയന്റിസ്റ്റുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും പുള്ളി നമ്മുടെ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ ഹ്യൂമൻസ് എപ്പോഴെങ്കിലും മാർസിൽ ജീവിക്കുന്നത് ഋഷിക്ക് തോന്നുന്നുണ്ടോ? ഫണ്ടിങ്ങും പൊളിറ്റിക്സും ഇൻവോൾവ് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ മെനക്കങ്ങനെ പക്ഷെ ടെക്നോളജിക്കലി മാത്രം ടെക്നോളജിക്കൽ ഓഫ് കോഴ്സ് നടക്കും. മാർസിൽ ക്യൂരിയോസിറ്റി റോവർ ഉണ്ട്. ഇപ്പം റോവർ സെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹ്യൂമൻസിന് സെൻഡ് ചെയ്യാനോ. അത് പൊളിറ്റിക്കൽ ഇഷ്യൂവും അതിന്റെ ട്രെയിനിങ്ങും അങ്ങനെ ഫണ്ടിങ്ങെല്ലാം കൊടുക്കുന്നെങ്കിൽ നടക്കാണ്ടൊന്നുമില്ല. എന്റെ ഒരു അറിവിൽ ഈസി ആയിരിക്കും. പിന്നെ അതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ? ഹ്യൂമൻസ് പോയിട്ട് മെച്ചമുണ്ടോ, അതായത് ഇപ്പൊ റോബോട്ട്സിന് പോയിട്ട് സാമ്പിൾ എടുത്ത് കൊണ്ടുവരുന്നതിനെക്കാട്ടിയും എക്സ്പെൻസീവ് ആയിരിക്കും ഹ്യൂമൻസ് അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്നത്. വെയിറ്റ് കൂടുതലൊക്കെ. ഞാൻ എന്റെ ഒരു ഡൗട്ട് കേൾക്കട്ടെ മാർസിന്റെ ഇതില്. ഇപ്പം പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആകുമ്പോഴേക്കും മാർസിൽ പോയിട്ട്, ഇതിപ്പോ അവിടെ സാമ്പിൾ എടുക്കാനല്ലല്ലോ ഹ്യൂമൻസിനെ കൊണ്ടാണ്, അവിടെ പോയി ഒരു കോളനി ബിൽഡ് ചെയ്യാനല്ലേ ബേസിക്കലി. ഇപ്പൊ അവിടെ നമുക്ക് വേണ്ട അറ്റ്മോസ്ഫിയർ ആർട്ടിഫിഷ്യലി ബിൽഡ് ചെയ്ത് മനുഷ്യന്മാർക്ക് അവിടെ ജീവിച്ച് അവിടെ അഗ്രികൾച്ചർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കണം. അപ്പൊ ഇതിന് ഒരുപാട് എക്സ്പെൻസും ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും റിസർച്ചും ഒക്കെ വേണ്ടേ. അപ്പൊ ആ പൈസ സ്പെൻഡ് ചെയ്ത് നമുക്ക് എർത്ത് ഫിക്സ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് എർത്തിനെ ബെറ്റർ ആക്കാൻ പറ്റില്ലേ? അതെന്താ എർത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കാത്ത? ഇവിടെ സ്റ്റിൽ ഇപ്പോഴും പൊല്യൂഷനും കാര്യങ്ങളും ഗ്ലോബൽ വാർമിങ്ങും കുറെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മൾ ഓൾ ടുഗദർ ഒരു പുതിയ ഇവിടെ പോയിട്ട് ഒരു പുതിയ കോളനി ഒരുപാട് കഷ്ടപ്പെട്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ഡസ് ഇറ്റ് മേക്ക് സെൻസ്? സെൻസ് എന്ന് വെച്ചാൽ സ്പേസ് എക്സ്പ്ലോറേഷൻ വേറൊരു ഫീൽഡാണ്. പിന്നെ എർത്തിന്റെ എൻവയോൺമെന്റൽ സംഭവം നന്നാക്കുക വേറൊരു ഫീൽഡാണ്. അയാളുടെ എയിം വേറെ എർത്ത് ഡിസ്ട്രോയ് ആകുമ്പോൾ അവിടെ പോയിട്ട് നിൽക്കാനുള്ള എയിം ആയിരിക്കില്ല, അതായിരിക്കും അയാൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. എനിക്കും തോന്നുന്നത് പുള്ളിക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതായിരിക്കും അതിന്റെ അകത്ത്. സയന്റിസ്റ്റ് പറയട്ടെ. അതായത് സ്പേസ് എക്സ്പ്ലോറേഷന്റെ ഒരു ചിന്താഗതി എല്ലാവരും ഉണ്ടാവാൻ, അതായത് നമ്മൾ എർത്ത് ബേസ്ഡ് മാത്രമല്ലാണ്ട് സോളാർ സിസ്റ്റത്തിന് പുറത്തും സോളാർ സിസ്റ്റത്തിന് ഉള്ളിലും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിമാണ് മെയിൻ. അതാണ് ഫിലോസഫിക്കൽ എയിം. അതുകൂടാണ്ട് പൈസ ജിജോ പറയുന്ന പോലെ പൈസേന്റെ ഇതുണ്ടാവും. പിന്നെ എർത്ത് സംരക്ഷിക്കാൻ ഓഫ് കോഴ്സ് ആ ഒരു പൈസ കൊണ്ട് എർത്ത് സംരക്ഷിക്കാനാവും. പക്ഷെ അതൊരു വേറൊരു ഫീൽഡ് തന്നെയല്ലേ എർത്ത് എൻവയോൺമെന്റൽ എഫക്ട്സ്. ചിലപ്പോ ഈ സ്പേസ് സ്പിൻ ഓഫ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നമ്മള് വെൽക്രോ, നമ്മള് പണ്ടൊരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്താണ്. ഈ വെൽക്രോ ഒക്കെ ഉണ്ടായതും ടെഫ്ലോൺ പാനൊക്കെ ഉണ്ടായത് ഈ സ്പേസ് സ്പിൻ ഓഫ്സ് എന്നാണല്ലോ. അതായത് സ്പേസിന് വേണ്ടി ഉണ്ടാക്കി പിന്നെ ഹ്യൂമൻസ് നല്ലോണം ഉപയോഗിച്ചു. അതുപോലെ പല ടെക്നോളജികളും മാസിന് വേണ്ടി ഉണ്ടാക്കി എർത്തിൽ ഉപയോഗിക്കാം. ഇപ്പൊ റോഷൻ പറഞ്ഞ മാതിരി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മുടെ എർത്ത് ബെറ്റർ ആക്കാൻ. എർത്തിനേലും ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയറമെന്റ് ആണല്ലോ മാസിൽ. ചിലപ്പോ അതും ഒരു ഉദ്ദേശമായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറെ ഈ ഫ്ലാറ്റ് എർത്തേഴ്സ് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ, അതോ അവര് വെറും മണ്ടന്മാരാണോ? മണ്ടന്മാരല്ലാതെ അവർക്ക് അറിയാനുള്ള ഒരു ത്രാണിയില്ല. ഒരു പെർട്ടിക്കുലർ തിയറി നമുക്ക് ഹൈപ്പോതിസിസ് കേട്ടിട്ട് അതിൽ തന്നെ മേക്ക് സെൻസ് എന്ന ഒരു ഒറ്റൊരു ഇതിൽ ആരും പറയുന്ന കേട്ട് മേക്ക് സെൻസ്, ഇറ്റ് ഡസ് മേക്ക് സെൻസ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാരിയർ കടന്നിട്ട് വേറൊരു ഇതിലേക്ക് റിസർച്ച് ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായാൽ ഫ്ലാറ്റ് എർത്തേഴ്സ് ഉണ്ടാവില്ല. അല്ല, ഇപ്പൊ ഫ്ലാറ്റ് എർത്തേഴ്സ് ഇപ്പൊ പണ്ട് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലായിരുന്നു. നമ്മൾ ഇവിടുത്തെ എർത്തിലെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചല്ലേ. പക്ഷെ ഇപ്പം കുറെ ടെലസ്കോപ്പിക് വ്യൂ ഒക്കെ അല്ലേ എർത്തിന്റെ, എർത്ത് ഇങ്ങനെ സ്പെറിക്കലായിട്ട് ഉള്ളതിന്റെ അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ അല്ലേ, അതൊക്കെ ആക്ച്വലി ഇതല്ലേ. പിന്നെ ഉണ്ടാക്കിയതാണെന്നാണ് പറയണത്. നാസേനെ വിശ്വാസമില്ലല്ലോ ആർക്കും. നാസേനെ വിശ്വാസമില്ലല്ലോ, നാസല്ലേ ഇതൊക്കെ വിടുന്നേ. ഈ മൂണിൽ പോയവരൊന്നും അവിടുന്ന് കണ്ടിണ്ടാവില്ല എർത്തിന്റെ ഒരു ഫോട്ടോ തന്നെ ഉണ്ടല്ലോ. നമ്മള് ഏതോ ബിഗ് ബ്ലൂ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫ് തന്നെ ഉണ്ട്.
എന്തൊക്കെയല്ലേ ഈ പറയുന്നവരൊക്കെ ഉപയോഗിക്കണത് ഇന്റർനെറ്റ് സാറ്റലൈറ്റ് യൂസ് ചെയ്ത് വരുന്ന ഇന്റർനെറ്റ് ഒക്കെ ആയിരിക്കും. അല്ല സാറ്റലൈറ്റ് യൂസ് ചെയ്യാൻ ഇനി ഭൂമി വരേണ്ടതാണെന്നില്ലല്ലോ. അത് വേറെ തൂക്കിയിട്ടതാണെന്നോ അല്ല, ഭൂമിയെ ഉരുണ്ടതല്ലാന്ന് വിചാരിക്കുന്നവർക്ക് വേറെ എന്തൊക്കെ വിചാരിക്കാം. എന്തൊക്കെ പറയാല്ലേ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു അറ്റ്ലസ് അങ്ങനെ എന്തോ ഒരു സ്പേസ് ക്രാഫ്റ്റോ അങ്ങനെ എന്തോ ഒരു സാധനം നമ്മുടെ എർത്തിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ന്യൂസിലൊക്കെ എല്ലാരും കണ്ടാണോ? അറ്റ്ലസ് ഞാൻ കേട്ടിട്ടുണ്ട്. മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടല്ലേ വരുന്നല്ല? അല്ല അത് എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ വരുന്ന അല്ല മാർച്ചിലോ അങ്ങാണ്ട് വരുന്നതാണ് അടുത്താണോ? മാർച്ചില് പൈസയൊക്കെ അടയ്ക്കാനുള്ള അങ്ങനെ വെറുതെ അടച്ചത് സമയങ്ങളുണ്ട്. അല്ല സ്പേസ് ഷിപ്പ് ആണോ അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ആണോ? എന്താ സംഭവം? ആസ്ട്രോയിഡ് ആണ്, പക്ഷെ അല്ലെങ്കിൽ കോമറ്റ് ആണോ എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക്. പക്ഷെ കോമറ്റിന്റെ പോലെ വാലൊന്നുമില്ല. ഫ്രണ്ടിന്ന് എന്തൊക്കെയോ ലൈറ്റോ എന്തോ ഗ്യാസോ എന്തോ വരുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഋഷി പറഞ്ഞ പോലെ ഈ ഓർഗാനിക് മെറ്റീരിയല് ഉള്ള പ്ലാനറ്റോ ആസ്ട്രോയിഡ് ഒക്കെ ആണെന്ന് വെച്ചാൽ അതിന്റെ പുറത്തെന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ട്. 31 അറ്റ്ലസ് അല്ലേ ഞാൻ ഇപ്പൊ കാണുന്നത് ന്യൂസ്, റീസെന്റ് ന്യൂസ് ആണല്ലോ. ഇത് കൂടാണ്ട് വേറൊരു ആസ്ട്രോയിഡ് ഇടക്കിടക്ക് വരുന്നുണ്ട്. അതായത് പൊട്ടൻഷ്യൽ എർത്ത് ഹീറ്റിംഗ് പൊട്ടൻഷ്യൽ, അതായത് ഡേഞ്ചറസ് ആസ്ട്രോയിഡ് ലിസ്റ്റിൽ വേറൊരു ആസ്ട്രോയിഡ് ഉണ്ട് ഇതിനിടക്ക് വന്നത്, പേര് ഓർമ്മയില്ല. പക്ഷെ അതിന്റെ ചാൻസും ഒഴിവാക്കി. ഓൾമോസ്റ്റ് ചാൻസ് വളരെ കുറവാണ്. ഇതുപോലെ പണ്ട് വന്നിട്ടല്ലേ ഡിനോസേഴ്സ് ഒക്കെ എക്സ്റ്റെൻഡ് ആയെന്നല്ലേ? അതെ അതെ. ചിക്സ് ക്ലബ് ഇവന്റ്, അതായത് 10 to 100 മീറ്റർ ഡയമീറ്റർ റേഡിയസിൽ ആസ്ട്രോയിഡ് വന്നിട്ട് ഹിറ്റ് ചെയ്തെന്ന് പറയുന്നത് മെക്സിക്കോയിൽ. 100 മീറ്റർ ഉള്ളൂ, എന്നിട്ട് ഫുൾ 100 കിലോമീറ്റർ, സോറി 100 കിലോമീറ്റർ. എന്റെ മോനെ 100 കിലോമീറ്റർ കുഴി എന്ത് അവിടെ ഒന്ന് പോവാൻ കണ്ടു നോക്കാൻ സാധനം. പിന്നെ ഉണ്ടായത് അങ്ങനെ തന്നെയല്ലേ? മൂന്ന് പേർ എർത്ത് ഒരു വേറെ സ്റ്റേറ്റിൽ നിൽക്കുമ്പോ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചിട്ടാണല്ലോ എർത്ത് മൂന്നും ഉണ്ടായത്. തീർച്ചയായും അങ്ങനെയാണോ? അങ്ങനെയാ എർത്തും തെറിച്ചു വേണം. പണ്ട് എർത്തും മൂന്നും ഒന്നായിരുന്നു. മൂണിൽ എന്താണ് ഈ അറ്റ്മോസ്ഫിയറും വെള്ളമൊന്നും ഇല്ലാത്ത? ആ ഇടിയില് വെള്ളം അങ്ങ് തെറിച്ചു പോയി. അവര് വെള്ളമൊക്കെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ബോളും നിറച്ച് വെള്ളം വെക്കാം, എന്നിട്ട് വേറെ വെള്ളവും ബോളിന്റെ കൂടെ പറ കുറച്ച് വെള്ളം താഴത്തോട്ടല്ലേ വീഴുന്നത്, കൊടയുടെ കൂടെ പോകുന്നില്ലല്ലോ. കണ്ടിട്ടില്ലേ? സയന്റിഫിക് റീസൺ ഋഷിയോട് ചോദിക്കാം നമുക്ക്. അതായത് ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ നിൽക്കണമെങ്കിൽ ഗ്രാവിറ്റിയാണ് മെയിൻ കൾപ്രിറ്റ് ചെയ്യുന്നത്. അപ്പൊ മൂണിന്റെ ഗ്രാവിറ്റി അത്ര സ്ട്രോങ് അല്ല. അപ്പൊ ഗ്രാവിറ്റി സ്ട്രോങ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ അങ്ങനെ സ്ട്രാറ്റിഫൈ ആവും, ലെയർ ബൈ ലെയർ. അതായത് ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ ലെയർ ബൈ ലെയർ നിൽക്കും. അതേപോലെ വീനസിലുണ്ട് അറ്റ്മോസ്ഫിയർ. അപ്പൊ വീനസിന്റെ ഗ്രാവിറ്റി സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ അറ്റ്മോസ്ഫിയർ. മാർസിലുണ്ട് അറ്റ്മോസ്ഫിയർ. വെള്ളത്തിനെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതല്ലേ നമ്മൾ ഹൈ ടൈഡ്, ലോ ടൈഡ് കുറച്ച് നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രാവിറ്റി വെച്ചിട്ടല്ലേ? ഗ്രാവിറ്റേഷണൽ പുൾ. അടിപൊളി. അപ്പം പക്ഷെ അറ്റ്മോസ്ഫിയർ ഹോൾഡ് ചെയ്യാനുള്ള ഗ്രാവിറ്റി മൂന്നില്ല. അതായത് എർത്തിന്റെ അത്ര ഒരു കണ്ടന്റ് ഇല്ല അറ്റ്മോസ്ഫിയർ മുകളിൽ വെച്ചാൽ അത് ഡിസ്പേഴ്സ് ആയി പോകുക. അപ്പൊ അവിടെ വെള്ളം തെറിച്ചിട്ടുണ്ടാവും. ആ വെള്ളമൊക്കെ അങ്ങനെ പോയതായിരിക്കും, ഇങ്ങനെ മീനൊക്കെ പറഞ്ഞു സ്പേസിലൂടെ. ഒരു ടാങ്ക് വെള്ളം ഒഴിച്ചു നോക്കിയാൽ ഇപ്പൊ അറിയാം. പക്ഷെ അവിടെ കാറ്റും വിൻഡും ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ അവിടെ പണ്ട് മൂൺ ലാൻഡിങ്ങിന് പോയി നടന്ന ആൾക്കാരെ കാൽപാദം വരെ അവിടെ ഉണ്ടെന്നാ പറയണേ. അവിടെ അറ്റ്മോസ്ഫിയറേ ഇല്ല. അറ്റ്മോസ്ഫിയർ പിടിച്ചിക്കാനുള്ള കേപ്പബിലിറ്റി പോലും ഇല്ല. അപ്പൊ ഈ മൂൺ ലാൻഡിങ് ചെയ്ത കോൺട്രവേഴ്സി എന്ന് പറയുന്ന ടീമിന് ഈ കാൽപാദത്തിന്റെ ഫോട്ടോ അയച്ചെടുത്താ പോലെ? ഫോട്ടോ ഇട്ട് കാര്യമില്ലോ, അവര് നേരിട്ട് പോയി കഴിഞ്ഞാൽ മൂൺ ലാൻഡിങ്ങിന്റെ ഫോട്ടോയെ അവര് വിശ്വാസാവൂല. നീ കള്ളം പറയാന്ന് പറയും. ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. പിന്നെ കൊറേ പേര് 800 കോടി ആൾക്കാരെന്നൊക്കെ പലരും വിശ്വസിക്കും. ഇതില് എന്ത് ചെയ്യാനാ?
ചിലപ്പോ ഇത് നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കും സത്യം, പറയാൻ പറ്റില്ല. അവർ പറയുന്നതായിരിക്കും സത്യം. പിന്നെ ഋഷി ഒരു മൂവി ബഫ് ആണല്ലോ, അപ്പൊ ഈ മൂവീസും ഈ സയൻസും, മൂവീസിലെ സയൻസും എന്തോ ആക്യുറേറ്റ് ആണ്. അത് ഡിപ്പെൻസ് ഏത് മൂവിയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്റർസ്റ്റെല്ലാർ ഒക്കെ എടുത്താല്, ഇന്റർസ്റ്റെല്ലാത്തെ ടൈം ട്രാവല് തെറ്റായിരിക്കാം. വോം ഹോളിൽ കൂടെ പോയിട്ട് വരുന്നത്. വോം ഹോൾ തിയറിറ്റിക്കലി ഉണ്ട്, അതായത് ജനറൽ റിലേറ്റിവിറ്റിന്റെ ഒരു റിസൾട്ടാണ് വോം ഹോൾ. തിയറിറ്റിക്കലി ഉണ്ട്, തിയറിറ്റിക്കലി മാത്തമാറ്റിക്കലി കറക്റ്റ് തന്നെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാം. പക്ഷെ എംപിരിക്കലി ഒരു ഒബ്സർവേഷനിൽ അങ്ങനെ കണ്ടുപിടിച്ചില്ല. അത് കൂടാണ്ട് അതിലത്തെ സിമുലേറ്റ് ചെയ്ത ബ്ലാക്ക് ഹോൾ ഇല്ലേ, അത് വളരെ ആക്യുറേറ്റ് ആണ്. അതിലത്ത് അതൊരു വർക്ക് ചെയ്ത ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് കിപ് തോൺ, നോബൽ ലോറേറ്റിനെ തോന്നുന്നു. അയാളും ഇതിൽ ബ്ലാക്ക് ഹോൾ ഫിസിക്സിൽ തന്നെ വർക്ക് ചെയ്തത്. അപ്പം അയാൾ ഇതിന് ഇൻവോൾവ് ആയതുകൊണ്ട് അതിൽ സയന്റിഫിക്കലി ആക്യുറേറ്റ് ബ്ലാക്ക് ഹോൾ ഇമേജ് വീഡിയോ സിമുലേഷൻ ഫോം ചെയ്യാൻ പറ്റി. അപ്പൊ സിമുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം സിമുലേഷൻ ഇപ്പം അതല്ല നമ്മള് പിൽക്കാലത്ത് കണ്ടുപിടിച്ച ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോ ഒക്കെ വന്നപ്പോ ഏകദേശം അതേമാതിരി തന്നെ. പിന്നെ അവെഞ്ചേഴ്സ് എടുത്തു കഴിഞ്ഞാല് പാടെ തെറ്റായിരിക്കും. അതായത് അതില് ക്വാണ്ടം ലെവലിൽ പോയി അത് വളരെ സയന്റിഫിക്കലി അഗേൻസ്റ്റ് ഉള്ളത്. അതാ പ്രശ്നം, താരം തോപ്പിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ സയന്റിഫിക്കലി ഇനാക്യുറേറ്റ് ആ. പിന്നെ മാർഷ്യൻ അതെ, ടാനോസ് ടൈം സ്റ്റോൺ വെച്ച് വരുന്നൊന്നും കുഴപ്പമില്ല, സ്പേസ് ഒക്കെ ചേഞ്ച് ചെയ്യണം, അത് ഓക്കെ. ക്വാണ്ടമില് പോയി മാർഷ്യൻ ആക്യുറേറ്റ് ആണോ? ഞാൻ കുറെ കൊല്ലായി, 10 കൊല്ലം മുമ്പ് കണ്ടതാണ്, കുറെ ആയി. ഇവൻ മാറ്റ് ഡീമൻ അല്ലേ, മാറ്റ് ഡീമൻ ആണ് മാർഷ്യനിൽ പോയിരുന്നത്. അതെ അതെ, പുള്ളി അവിടെ പെട്ടുപോയി. പിന്നെ പുള്ളിയുടെ ഫീസിക്സ് കൊണ്ടൊക്കെ കൃഷി ചെയ്യുന്നത് അത് ആക്യുറേറ്റ് അല്ലാന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അവിടുത്തെ അതിന് സോയിൽ ബയോളജി സെറ്റ് അല്ലാന്നോ, അതില് ഇത് ചെടി വളരാൻ ആവശ്യമുള്ള മൈക്രോബയോമൊന്നും അതിനകത്ത് ഇല്ലാന്നോ എന്തോ ഞാൻ വായിച്ചിട്ടുണ്ടായി. മൊത്തത്തില് ഇവിടെ അപ്പൊ മൊത്തത്തില് സെറ്റ് ആലേ. ഒരു വിത്ത് വെതറിയാ മതി, ഇച്ചിരി വെള്ളം ഒഴിച്ചാല് വെള്ളത്തിന് വെള്ളമുണ്ട്, മണ്ണിന് മണ്ണുണ്ട്. എന്ത് പെർഫെക്റ്റ് ആ നൈട്രജൻ, ഇതൊന്നും വേണ്ട. ഫുഡ് ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റൂല. അതൊക്കെ ലോക്കൽ പണി. എല്ലാരും ബാക്കി കാര്യങ്ങളുടെ പുറകെ കൊടുക്കും. എന്തൊക്കെ കണ്ടാല്. പിന്നെ എന്താണ് ഋഷിക്ക്, അതായത് ഇതിനും ഈ റിസർച്ച് ഒക്കെ ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഒരു ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള, ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഇങ്ങനെ ഇപ്പൊ റോഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ നോക്കുന്നതാണ് ടെലിസ്കോപ്പ് എന്ന് വിചാരിച്ചു, നമ്മളൊക്കെ പൊതുവെ വിചാരിക്കുന്ന പോലെ അവിടെ വന്നപ്പോ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഋഷിക്ക് തോന്നിയ എന്തെങ്കിലും കാര്യം? വ്യത്യാസം എന്താ, പണ്ട് നമ്മൾ പുറത്ത് ആകാശത്തോട്ട് നോക്കി സ്റ്റാറൊക്കെ നോക്കി നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇപ്പൊ മാറി ഋഷി PhD എത്തുമ്പോ എന്താണ് ഇതിന്റെ ചിന്താഗതികളുടെ മാറ്റങ്ങൾ, ഇതിനെ പെർസീവ് ചെയ്യുന്ന രീതി എന്താണ് മാറിയത്? അതിപ്പം കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആയി പോയി. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ എന്നാ വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ പണ്ട് ഇപ്പൊ റോഷൻ ചിന്തിച്ച പോലെ തന്നെയാണ് ഞാൻ പണ്ട് ചിന്തിച്ചത്. ടെലിസ്കോപ്പ് കൂടെ നോക്കും എങ്ങനെ ഈ സയൻസ് നടന്നു, ഈ സ്റ്റാർ ഇങ്ങനെ നോക്കിയാൽ സയൻസ് എങ്ങനെ കണ്ടുപിടിക്കാനാവില്ല. പിന്നെ സിസ്റ്റം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇത് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് ഇവിടെ എത്തിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. MSc ഫിസിക്സ് പഠിക്കുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല ആസ്ട്രോഫിസിക്സിൽ എങ്ങനെ ഈ ഒബ്സർവേഷൻ നടത്തുന്നത്. ഇവിടെ എത്തി ഒബ്സർവേഷൻ ചെയ്തു തുടങ്ങിയിട്ട് അതിൽ ഡാറ്റ അനാലിസിസ്, അതായത് ഒബ്സർവ് ചെയ്താൽ ഇമേജ് കിട്ടിയാൽ, CCD ഇമേജ് കിട്ടി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ സയൻസ് ഒന്ന് കണ്ടുപിടിക്കാനാണ് നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യണം. ഒരു റോ ഇമേജ്, അതായത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ, അതേപോലെയാണ് ടെലിസ്കോപ്പിക് ഇമേജും. അത് റോ ഇമേജ് ഫോമിൽ ഒരു സയന്റിഫിക്കലി ആക്യുറേറ്റ് ആയിരിക്കില്ല, അത് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് എന്ന് പറയില്ല പ്രോസസ്സിന്. അത് ബേസിക്കലി നമ്മൾ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ച് ഏതെങ്കിലും പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തിട്ട് സയന്റിഫിക്കലി ആക്യുറേറ്റ് ഇമേജ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു സ്റ്റാറിന്റെ ആണെങ്കിൽ സ്റ്റാറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രൈറ്റ്നസ് ബേസിക്കലി. അപ്പൊ ബ്രൈറ്റ്നസ് ഉപയോഗിച്ചിട്ട് വേറെ സ്ക്രീൻ എടുക്കും. ഇത്ര ടൈം പീരീഡിൽ അതിന്റെ ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്. ഇപ്പോൾ ഓൾറെഡി സിമുലേറ്റഡ് തിയറിറ്റിക്കലി എക്സിസ്റ്റിംഗ് തിയറിറ്റിക്കൽ സിമുലേഷൻ ഉണ്ടാവും. ആ സിമുലേഷനും ഒബ്സർവേഷനായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. ഇതൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് വർക്കാണ്. അപ്പം
ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല പണ്ട് ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓരോ ബുക്ക് എടുത്ത് വായിക്കുന്നല്ലാണ്ട് ഈ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പൊ ആടുന്ന് ഈ ലെവലിലെത്തി. എന്നാലും ഇങ്ങനെ ഇതിലെ നോക്കുന്നു, ഇതേ പുതിയൊരു പ്ലാനറ്റ് ഞാൻ കണ്ടുപിടിച്ചത്. അതിന് പേര് എല്ലാരും വെച്ചിങ്ങനെ അല്ല ഭാഗത്തേക്ക് തിരിച്ചു. അങ്ങനെ പേരിടുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങള് ആൾക്കാരും അങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഏലിയൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല, ഇതിലെ നോക്കിയിട്ട് അപ്പുറം ആ പ്ലാനറ്റിൽ ഇത് ഏലിയൻ നടന്നു പോകുന്നു, ഇതേ അവിടെ ഒരു ഏലിയൻ ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മേ ബി അങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യണത്. ദാറ്റ്സ് ഹൗ സയൻസ് വർക്ക്സ്. അതായത് ടെലിസ്കോപ്പ് കാണുന്ന ഇതാണല്ലോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ട് പറ്റിയില്ല എന്നൊക്കെ നമ്മൾ ഇതിനെ പുച്ഛിക്കല്ലോ, നമ്മൾക്ക് അറിയില്ലല്ലോ. അപ്പൊ മേ ബി ഇതുകൊണ്ടിരിക്കും, ഇതിനെ പറ്റി അധികം അറിവില്ലാത്തോണ്ടിരിക്കും. സയൻസ് കമ്മ്യൂണിക്കേഷൻ കുറവാ ഇന്ത്യയില്. കുറിച്ചുള്ള ഇൻട്രസ്റ്റ് കുറവാണ്. പക്ഷെ സ്കൂളിലൊക്കെ നമുക്ക് നല്ല മാർക്ക് ഉണ്ട് സയൻസിനും. അതെല്ലാവർക്കും മാർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് എർത്തറിന്റെ തിങ്കിങ്ങിലാണ് ജീവിക്കുന്നത്. എനിക്കറിയാം, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പഠിച്ചു എക്സാം എഴുതുക. പറഞ്ഞ പോലെ ഡൈനോസറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഡൈനോസർ ശരിക്കും ഉണ്ടായെന്ന് മനസ്സിലായി നമ്മുടെ കോളേജ് പറയാൻ പാടില്ല. വീക്ക് പോയിന്റ് ആണെന്നൊക്കെ. ഇങ്ങനെ എന്തൊക്കെ തോട്ട്സ് ഇരിക്കണോ പോയിന്റ് ആയിരുന്നു. റിലീജിയനിൽ തന്നെ നമ്മള് പല കാര്യങ്ങളും നമ്മള് നമ്മള് കണ്ണടച്ച് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ സ്ലോലി ബ്രേക്ക് ഡൗൺ ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നല്ലേ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ. അപ്പൊ ക്രിയേഷൻ കഴിഞ്ഞു എന്നാണ് ഇപ്പൊ ഈ അബ്രഹാമിക് പറഞ്ഞ ക്രിയേഷൻ കഴിഞ്ഞു എന്നാ. ഇപ്പൊ ബിഗ് ബാങ്ക് വെച്ചിട്ട് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ വരുന്നുള്ളൂ. അതെ, പിന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, അപ്പൊ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ദൈവം 6 ദിവസം കൊണ്ട് ഉണ്ടാക്കി 7ാം ദിവസം റെസ്റ്റ് എടുക്കുന്നതൊക്കെ ഇവരിപ്പോഴും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. എവിടേക്ക് അത് എക്സ്പാൻഡ് ആവണ എന്താന്നൊക്കെ. പുള്ളി പണി കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് എന്തായാലും ദീപാവലിക്ക് മാറ്റാൻ മുകളിലോട്ട് പടക്കം വിട്ട് കിടക്കണം. ഭൂമി 2ാം ദിവസം ആകാശം, മുകളിൽ നിന്ന് വെള്ളം. സിമ്പിൾ കാൽക്കുലേഷൻസ്. ഇനിയിപ്പോ ഋഷി ഇതുവരെ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഏതെങ്കിലും വേറെ യൂണിവേഴ്സിൽ പോവാ, അല്ലെ വേറെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് സ്പേസിൽ സഞ്ചരിക്കാണെന്ന് വിചാരിക്കാം, പോസിബിലിറ്റി ഉണ്ട്, ആദ്യം എവിടെ സഞ്ചരിക്കും? ആദ്യം എവിടെ സഞ്ചരിക്കും? ഏത് ഉത്തര വേണ്ടി ഏതെങ്കിലും പ്ലാനറ്റിന്റെ പേരാ? വെറുതെ ഒരു പ്ലാനറ്റിന്റെ സയന്റിഫിക് ഋഷി അല്ല, അത് എന്തുകൊണ്ടൊന്നും പറയണ്ട കേട്ടോ, എന്തുകൊണ്ടാണ് പിക്ക് ചെയ്തത്. ഇത് ജസ്റ്റ് ഋഷി ആൻസർ ചെയ്താൽ മതി. സയന്റിഫിക് ലോ ലെവൽ ഋഷി വേണ്ട. എനിക്ക് സൂര്യനൊന്ന് കണ്ടുവരാം. അതുപോലെ ഋഷിക്ക് എന്താ സ്ഥലം? മാർസാന്ന് തോന്നുന്നു. ചോദിച്ചാല് എല്ലാരും പറയുന്ന പോലെ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് ട്രാവൽ ചെയ്യാൻ എനിക്കും ഇഷ്ടം. ഞങ്ങളെല്ലാരും അങ്ങനെ പറയാറില്ല. പറയുന്ന ബ്ലാക്ക് ഹോൾ കണ്ടുവരാ ഉള്ളില് നല്ലൊരു ഇതാണ്. ചിലപ്പോ വേറെ തന്നെ സെറ്റപ്പ് ആയിരിക്കുള്ളൂ. ട്രാപ്പായ എല്ലാ സാധനങ്ങളും കൂടെ അവിടെ ഒരു ഇക്വിലിബ്രിയത്തിൽ സമാധാനത്തിൽ ജീവിക്കുന്നതാണ്. ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ് ഋഷി. ബേസിക്കലി ഋഷിനോട് ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് എല്ലാവരോടും പറയാനുള്ളത് ഋഷിക്ക്? ഈ ഒരു സയന്റിഫിക് എൻഡവറിന്റെ പുറകെ ഋഷി പോകുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് ഒരു അഡ്വൈസോ എന്തെങ്കിലും സംതിങ് ഫ്രം യുവർ സൈഡ്, എന്താണ് കോമൺ ഫോക്കിന് കൊടുക്കാനുള്ളത് ഒരു മെസ്സേജ്? അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഇൻഫോർമേഷൻ നല്ലോണം അവൈലബിൾ ആണ്. എന്ത് ടൈപ്പിന്റെ ഇൻഫോർമേഷൻ ഇപ്പം ഈസിയിൽ കിട്ടും. എന്ത് ഇൻഫോർമേഷൻ കിട്ടുന്നെങ്കിൽ അത് സ്കെപ്റ്റിക്കായിട്ട് ചിന്തിക്കുക, റാഷണൽ ആയിട്ട്. ആ ഇൻഫോർമേഷൻ ശരിയാവുമെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ അങ്ങോട്ട് ചോദിച്ചു നോക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചിന്താഗതി, അതായത് സയന്റിഫിക് ടെമ്പർ വളരും. എല്ലാ മനുഷ്യന്മാർക്കും സയന്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ. സ്കെപ്റ്റിക്കൽ കൂടി ഒന്ന് പറഞ്ഞോളൂ. സ്കെപ്റ്റിക്കൽ അതായത് യുക്തി ചിന്ത, അതായത് ഒരു റാഷണൽ തോട്ട്, അതായത് ഡൗട്ട് ചെയ്തിട്ട് ഇത് ശരിയാവോ
ശരിയാണോ എന്നുള്ള ഡൗട്ട്. ഈ നാസയൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ. അതെ, എന്ത് കേട്ടാലും ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോൺ ജസ്റ്റ് ഒന്ന് പുറത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ സയന്റിഫിക് ടെമ്പർ മെല്ലെ വളർന്നുകൊണ്ടു. ആ ടെമ്പർ വളർത്തി കഴിഞ്ഞാലാണ് ബാക്കി ലൈഫിന്റെ പ്രശ്നം അതിലും ബാക്കിയെല്ലാം ഇതിൽ തന്നെ ഒരു ആൻസർ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെ എല്ലാ ഏരിയയിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. നമ്മൾ എന്ത് കാര്യം കേട്ടാലും ചുമ്മാ അങ്ങ് വിഴുങ്ങാതെ നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊക്കെ ശരിയാണ്. മേ ബി നമ്മൾ ഒരുപാട് വർഷം പഠിപ്പിച്ചതായിരിക്കും, കോടിക്കണക്കിന് ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ടാവും. ദാറ്റ് ഡസന്റ് മേക്ക് ദിസ് ഈസ് റൈറ്റ്. അതായത് ഞാനിപ്പോ ഇന്ന് പറഞ്ഞതിലും ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും, മറ്റേ വാല്യൂകളും. ഞാൻ റോജർ പെൻറോസിന്റെ തെറ്റിപ്പോയില്ലേ, അപ്പം ഇതിലും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സംഭവം മനസ്സിലാവും. ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ മതി. ഇപ്പൊ ആ ഒരു ഏറ്റവും മാത്രമല്ല, ആ ഒരു സംഭവം കിട്ടിയാൽ മതി. സയന്റിഫിക് ടെമ്പർ അത് കിട്ടിയ പിന്നെ ഇന്ന് പക്ഷെ ഒരു വൈൽഡ് ഡിസ്കഷൻ ആയിരുന്നു. നമ്മളിത് പിള്ളേർ സ്കൂളിലൊക്കെ പോയി അതെന്താ ഇതെന്താ ചോദിക്കണ മാതിരിയാണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഋഷിയുടെ അടുത്ത് ചോദിച്ചത്. പക്ഷെ സയൻസ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മള് സ്പെസിഫിക് സെഷൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഓരോ പർട്ടിക്കുലർ ഇതിനെ പറ്റി. ഇപ്പൊ ബ്ലാക്ക് ഹോളിനെ പറ്റി സംസാരിക്കാൻ തന്നെ എക്സൈറ്റിംഗ് ആണ്. അങ്ങനെ ഓരോ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. എനിവേ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ ഇനി ഇതുപോലെ ഋഷി ഇനി നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റ് സെഷനിലേക്ക് കാണും. ഇനി എല്ലാ സെഷനിലും ഇനി ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡ്സിലേക്ക് കേറ്റാം. അപ്പോ until next time we switch. Bye guys. Bye.